ഹലോ ഗായ്സ്, ഇപ്പൊ ടൈം എത്ര? 10 o'clock. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇപ്പോ? For what? ഗൈസ്, അപ്പൊ ഫൈനലി വി ആർ ഗോയിങ് ടു ട്രിപ്പ്. സോ അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാൻ പോവാട്ടോ. ടൈം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, കാത്തിരുന്ന് ഞങ്ങൾ ട്രിപ്പ് എത്തിയിട്ടോ. നാളെ ഞങ്ങൾ പോണത് നാളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീണ്ട ഡേറ്റ് ലാസ്റ്റ് നാളേക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഈ ട്രിപ്പ് പോണപ്പോൾ തന്നെ അതൊക്കെ പാക്കിങ്ങും സാധനങ്ങളൊക്കെ സെറ്റാക്കില്ല, അതൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയല്ലേ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റിന് എല്ലാ തിങ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഒക്കെ ബെഡിൽ സെറ്റാക്കി വെച്ചിട്ടു. അങ്ങനെ എല്ലാവരും ഓരോരുത്തരെടുത്തിട്ട് ബാഗിലൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ക്ലാസ് തൊട്ട് ഇതുവരെ നേരം ഉണ്ടെങ്കിൽ എല്ലാവരും ഈ പണിക്കൊക്കെ നിന്നത് 10 മണി 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ടൈം 12 മണി ആവാനായി. നാളെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് ബർത്ത്ഡേ ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഹോസ്റ്റലിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ആയിട്ടോ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് കേക്ക് കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതേരൊക്കെ കൂടി ഞങ്ങൾ കുറച്ച് മറന്നെങ്കിലും പിന്നെ ലേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് അത് ഓർമ്മ കിട്ടിയത്. നേരം വൈകിട്ടാണെങ്കിൽ ഞങ്ങൾ കേക്കൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ വന്നു. അങ്ങനെ 12 മണി ആവാൻ നേരത്തെ എല്ലാവരും ഒന്ന് നേരത്തെ കടന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ഇങ്ങോട്ട് കേക്കൊക്കെ സെറ്റ് ആക്കിയിരുന്നു. ക്യാൻഡിൽ വെക്കാൻ മറക്കിയത് ഞങ്ങൾ പിന്നെയും കടക്കാരോട് പറഞ്ഞിരുന്നു കേട്ടോ. ഓല് മറന്നിട്ടൊന്നുമില്ല. ഒരു 3 എണ്ണം തികച്ചും വെച്ചിരുന്നു. പക്ഷെ അത് കത്തിക്കാല് ലൈറ്ററോ തീപ്പെട്ടി ഒന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ക്യാൻഡിൽ എന്നത് ഞങ്ങൾ ഒഴിവാക്കി. അങ്ങനെ നമ്മൾ റൂമിൽ ലൈറ്റ് എടുത്തിട്ട് ഒരു സർപ്രൈസ് ആക്കിയിട്ടോ. ഇവിടെ ബർത്ത്ഡേ ആയ കേക്ക് മുറിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിൽ വല്ല സർപ്രൈസ് ഒന്നുമില്ല, നല്ലൊരു സന്തോഷം. അങ്ങനെ കേക്ക് മുറിക്കലും തിന്നലും വാരലും കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ ടൈം ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. ബാലൻസ് കുറേ കേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ആർക്കും കൊടുക്കാനും പറ്റൂല, കാരണം എല്ലാവരും ഉറങ്ങിക്കാണല്ലോ. ഏതായാലും ഞങ്ങൾ വാർഡൻ്റെ റൂമിൽ പോയിട്ട് വാർഡനൊക്കെ നല്ല ഉറക്കത്തിൽ അതിനെ വിളിച്ചെണ്ണയിപ്പിച്ച് ഞങ്ങൾ കൊടുത്തു. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് വാർഡനൊന്നും പറഞ്ഞില്ല, നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ ടൈം ഒരു 1 മണിയൊക്കെ ആവാനായിക്കോട്ടെ. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ മാത്രം ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല. ഇനി ലൈറ്റ് ഇട്ടിരുന്ന വാർഡൻ വരുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം ലൈറ്റ് അടിച്ച് ഉറങ്ങി.